ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമാനിസത്തിലെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അതെല്ലാം പോയി കണ്ട് വേഗം പഠിച്ചിട്ട് വേണം ഈ ഒരു ഭാഗം കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ എടുത്തത് ഓർമ്മയുണ്ടോ? യെസ്, റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്താ നമ്മൾ പറഞ്ഞത്? യെസ്, ലോക ചരിത്രത്തിനെ 3 എണ്ണമായി തിരിച്ചു, 3 കാലഘട്ടമായി തിരിച്ചു. അല്ലേ, ഏതൊക്കെയാണ്? ആൻഷ്യൻ പീരീഡ്, പ്രാചീന കാലഘട്ടം, മധ്യകാലഘട്ടം, അതുപോലെ മോഡേൺ പീരീഡ്. ഓക്കെ, അങ്ങനെ 3 എണ്ണമായി തിരിച്ചു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ കാലഘട്ടമാണെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ. ഇനി അടുത്തൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഹിസ്റ്റോറിയോഗ്രാഫി. കാണാലോ നിങ്ങൾക്ക്? നമ്മുടെ ടോപ്പിക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളിപ്പോൾ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രം എങ്ങനെയാണ് ചരിത്രമായി മാറിയത് എന്ന പഠനമാണ് ഇന്ന് ഹിസ്റ്റോറിയോഗ്രാഫി. അഥവാ നമുക്ക് പറയാം, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമാണല്ലേ ഹിസ്റ്ററി എന്ന് പറയണമെങ്കിൽ. അപ്പോൾ ആ മാറ്റങ്ങൾക്കൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒബ്സർവേഷൻസിനെല്ലാം നമ്മൾ പറയുന്ന ഒരു പേരാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വേർഡ് പറയും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത്. എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് മനസ്സിലായില്ലേ? ചരിത്രം എങ്ങനെ ചരിത്രമായി എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പഠന മേഖലയാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ അടുത്ത പാരഗ്രാഫ് മുതൽ പഠിക്കാൻ പോവാട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദി ട്രാൻസിഷൻ ഫ്രം മിഡീവിയൽ ക്രിസ്ത്യൻ ട്രഡീഷൻ ടു എ സെക്യുലർ ലൈഫ് ആൻഡ് തോട്ട് വാസ് ഓൾസോ റിഫ്ലക്റ്റഡ് ഇൻ ദി റെയിം ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. എന്താണ്? മധ്യകാലത്തിലുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്നും എന്തിലോട്ടുള്ള മാറ്റമാണ്? ഒരു മതേതര ജീവിതം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലോട്ടുള്ള മാറ്റം. എന്താണ് മതേതര ജീവിതം? വിശ്വാസങ്ങളൊക്കെ ഒരു വിധത്തിലുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലാതെ ഹ്യൂമാനിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ലൈഫാണ് അല്ലേ, സെക്യുലർ ലൈഫ്. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഒരു ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള മാറ്റം, ആ ഒരു ട്രാൻസിഷനാണ് ഒന്നാമതായിട്ട് നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദി മിഡിൽ ഏജസ് the prevailing notion was that historical events were divinely ordained and the course of history was governed by supernatural powers. ഈ മധ്യകാലത്തിൽ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഡ്യൂറിങ് ദി മിഡിൽ ഏജസ്, മധ്യകാലങ്ങളിൽ എന്താണ് അവിടെ നിലനിന്നിരുന്ന ഒരു ധാരണ, നോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധാരണ. ഓക്കെ, എന്തായിരുന്നു അവിടെ നടന്നിരുന്ന അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ആരാണ് നിയന്ത്രിച്ചിരുന്നത്? ഡിവൈൻലി ഓർഡെയിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അങ്ങനെ പറയുന്നത്. ആൻഡ് ദി കോഴ്സ് ഓഫ് ഹിസ്റ്ററി വാസ് ഗവേൺഡ് ബൈ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അതുപോലെ തന്നെ ഈ ചരിത്രമെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ത് കാരണമാണ്? എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ലാത്ത എന്തോ ഒരു ശക്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരുന്നത് എന്നാണ് പണ്ടുണ്ടായിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്നത്. ദിസ് പെർസ്പെക്റ്റീവ് ലോസ്റ്റ് ഇറ്റ്സ് റെലവൻസ് ഡ്യൂറിങ് ദി റിനൈസൻസ് പീരീഡ്. ഇങ്ങനെയായിരുന്നു നവോത്ഥാനം വരെ ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നവോത്ഥാനം അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ആളുകളെല്ലാം തന്നെ ഇത് വിശ്വസിക്കാതെയായി തുടങ്ങി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്തൊക്കെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ നോക്കുന്നത്? എന്തൊക്കെയാണ് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റി, അല്ലെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടന്നത് എന്നതിനെ പറ്റിയുള്ള പഠനമാണ് എന്ത് ഹിസ്റ്റോറിയോഗ്രാഫി. ഇൻസ്റ്റെഡ് ഹ്യൂമൻ സെൻറ്റേർഡ് എക്സ്പ്ലനേഷൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഗെയിൻഡ് റെക്കഗ്നിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകരം എന്തിനാണ് അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയത്? മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞാലും ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാലും വ്യാഖ്യാനം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഓരോ വ്യാഖ്യാനങ്ങൾക്കുമാണ്
എന്ത് ലഭിച്ചത്? അംഗീകാരം ലഭിച്ചത്. ഹ്യൂമൻ ലൈഫ് ബിക്കം ദ ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് സൂപ്പർസീഡിംഗ് ദ ക്രോണിക്കിൾസ് ഓഫ് മോങ്സ് ആൻഡ് ബയോഗ്രഫീസ് ഓഫ് പ്രീസ്റ്റ്. പുരോഹിതന്മാരുടെ ജീവചരിത്രത്തിനോ അതുപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ രാജ്യഭരണം എങ്ങനെയായിരുന്നോ എന്നൊന്നും ആരും പിന്നെ വില കൊടുത്തില്ലേ. എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്? മനുഷ്യന്റെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അതിനൊക്കെയാണ് ഈ ചരിത്ര രചനയിൽ പ്രാധാന്യം കൊടുത്ത ടോപ്പിക്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ക്രോണിക്കിൾസ്, ദിനവൃത്താന്തം എന്ന് നമുക്ക് നോക്കാം. മൊണാർക്സ് ട്രഡീഷണലി അപ്പോയിന്റഡ് കോർട്ട് ഹിസ്റ്റോറിയൻസ് ടു റെക്കോർഡ് ദി ഇവന്റ്സ് ഓഫ് ദിയർ കിങ്ഡംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു? ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് അവിടെ ചെയ്യുന്ന കാര്യമാണ്, അവിടെ ചരിത്രകാരന്മാരെ നിയമിക്കും. എന്തിന്? അവിടെ അവരുടെ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഈ രാജാക്കന്മാർ കുറച്ച് പേരെ എന്ത് ചെയ്യും? നിയമിക്കും. ഓക്കെ, ദീസ് ഹിസ്റ്റോറിയൻസ് ഡോക്യുമെന്റഡ് ദി ഇവന്റ്സ് ഡ്യൂറിങ് ദി റെയിൻസ് ഓഫ് ദിയർ പാട്രോൺസ്. അവരുടെ രാജ്യഭരണ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തിരുന്നു? ഈ ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാരെ നോട്ട് ചെയ്തു വെച്ചിരുന്നു. അങ്ങനെ ഇപ്പോഴുള്ള മോഡേൺ ഹിസ്റ്റോറിയൻസ്, ഇപ്പം നിലവിലുള്ള ആധുനിക ചരിത്രകാരന്മാർ എന്ത് ചെയ്തിരുന്നു? അതിനെ എന്ത് വിളിച്ചു? ക്രോണിക്കിൾസ് എന്ന് പേരിട്ട് വിളിച്ചു. ദിനവൃത്താന്തങ്ങൾ എന്ന് അത് അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം എന്താണ് ക്രോണിക്കിൾസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം രാജാക്കന്മാരുടെ ക്രോണിക്കിൾസിനും ദിനവൃത്താന്തത്തിനും അതുപോലെ പുരോഹിതന്മാരുടെ ജീവചരിത്രത്തിനും ഒന്നും ആര് വകവെച്ചിട്ടില്ല. ഈ ചരിത്ര രചനകൾക്കൊന്നും അതിനൊന്നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നത്. എന്തിനായിരുന്നു? മനുഷ്യന്റെ ജീവിതത്തിനായിരുന്നു. ക്ലിയർ അല്ലേ? Another significant development in historiography during the Renaissance was the growing importance of archaeological evidence and relics. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഹിസ്റ്ററിനെ പറ്റി പഠിക്കണമെങ്കിൽ, ഈ ഹിസ്റ്റോറിയോഗ്രാഫീനെ പറ്റി പഠിക്കണമെങ്കിൽ എന്തായിരിക്കും അടുത്തൊരു കാര്യം നമ്മൾ അന്വേഷിക്കുക? അവിടെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെയല്ലേ. അവർ എഴുതി വെച്ചതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശേഷിപ്പുകളോ അവിടെ ബാക്കിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും അല്ലേ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ നവോത്ഥാന കാലഘട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടി? ഈ ആർക്കിയോളജിക്കൽ എവിഡൻസുകളും തെളിവുകളും അതുപോലെ ഒരുപാട് ശേഷിപ്പുകൾ, അതാണ് റിലിക്സ്, തിരുശേഷിപ്പുകൾ എന്നൊക്കെ പറയില്ലേ. അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. Thus, historians began to place greater emphasis on evidence such as inscriptions, coins and ancient manuscripts in their narratives. അപ്പം അവർ എഴുതിയിരുന്ന സംഭവങ്ങളിൽ എന്തും കൂടെ അവർ ആഡ് ചെയ്തു. ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കോയിൻസ് കിട്ടിയിട്ടുണ്ട്, കൈയെഴുത്ത് പ്രതികൾ കിട്ടിയിട്ടുണ്ട്, അവരുടെ എഴുത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ചരിത്ര രചനയിൽ ഭാഗമായി മാറി. Furthermore, efforts to collect and preserve ancient manuscripts intensified. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ. ആളുകൾക്ക് ഇത് വായിച്ചാൽ മാത്രം പോരാ, അവിടെ നിന്ന് ഇങ്ങനെ തെളിവുകൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജിജ്ഞാസയല്ലേ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനെ ഇതേപോലെയുള്ള കൈയെഴുത്ത് പ്രതികളൊക്കെ കളക്ട് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം അവിടെ കൂടുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള എഫേർട്സ് അവിടെ അവർ എടുക്കുന്നത് കൂടുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എന്ത് വന്നത്? നമുക്ക് മാനവികത എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. വിത്ത് ദി എമർജൻസ് ഓഫ് ഹ്യൂമാനിസം ക്രിട്ടിക്കൽ തിങ്കിങ് ഗെയിൻ സിഗ്നിഫിക്കൻസ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ മാനവികത എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നതോടുകൂടി എന്തുണ്ടായി? ഈ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലേ. ഒരുപാട് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? വിമർശനാത്മകമായി അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നന്നായി ആലോചിച്ചു. അല്ലെങ്കിൽ പണ്ടുള്ള പോലെ അന്ധവിശ്വാസങ്ങളും മിത്തുകളൊന്നും ഫോളോ ചെയ്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള ആ കഥകളുടെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കാൻ തുടങ്ങി. എന്നിട്ടാണ് അവർ ചരിത്രത്തിൽ എഴുതി വെച്ചിരുന്നത്. അല്ലാതെ എന്താണ് ഈ പണ്ടുണ്ടായിരുന്ന കഥകളും സ്റ്റോറീസും മിത്തുകളൊന്നും അവർ വിശ്വസിച്ചില്ല അല്ലേ. അതെല്ലാം മാറ്റി
ശാസ്ത്രീയപരമായി കണ്ടുപിടിച്ചിട്ടാണ് അവർ പിന്നീട് ചരിത്രരചനയിൽ രേഖപ്പെടുത്തിയിരുന്നത്. ക്ലിയർ ആണോ? യെസ്. ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് മാക്കിയാവെല്ലി ടു റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രാഫി ആർ നോട്ട് വർത്തി. അതുപോലെ ഈ ചരിത്രരചനയിൽ മാക്കിയാവെല്ലി നമ്മൾ പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ വലിയൊരു മാറ്റത്തിന് കാരണമാണ് കേട്ടോ. അപ്പം ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ടോപ്പിക്കാണോ ഇത്? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുമില്ല, നമ്മുടെ ചരിത്രം എങ്ങനെ രചിക്കപ്പെട്ടു അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തൊട്ടേയുള്ള ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാജ്യഭരണമൊക്കെ നടത്തിയപ്പോൾ അവർ ആ രാജ്യസംഭവങ്ങളൊന്നും, അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊന്നും എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ. അപ്പം അതൊക്കെ അവർ എഴുതി വെച്ചത് കൊണ്ടൊക്കെ നമുക്ക് അവിടെ നടന്നിരുന്ന സംഭവങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ ഓരോ തെളിവുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഹ്യൂമാനിസം വന്നപ്പം ഒരുപാട് നമുക്കറിയാം, ഇപ്പം തന്നെ ഒരുപാട് കെട്ടുകഥകളൊക്കെ ഉണ്ടല്ലേ. അപ്പം അതൊക്കെ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയല്ല, ശാസ്ത്രീയപരമായി നമ്മളതൊക്കെ പഠിച്ചേ ശരിയാണോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ, തെളിവുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. അതാണ് ഈ മാനവികത വന്നപ്പോൾ അല്ലെങ്കിൽ നവോത്ഥാനം സംഭവിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ. ക്ലിയർ ആണോ? അപ്പം അതിനെ പറ്റി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എങ്ങനെയൊക്കെയാണ് ഈ ചരിത്രം രചിക്കപ്പെട്ടത്? വെറുതെ നമ്മൾ പഠിച്ചു പോയാൽ പോരല്ലോ, എങ്ങനെയൊക്കെയാണ് അതുണ്ടായതെന്നൊക്കെ അറിയണ്ടേ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എങ്ങനെ ചരിത്രമായി എന്നുള്ള പഠനമാണ് എന്ത്? ഹിസ്റ്റോറിയോഗ്രാഫി. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. റിനൈസൻസ് ആൻഡ് സയൻസ്, നവോത്ഥാനവും അതുപോലെ തന്നെ ശാസ്ത്രവും. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. തുടക്കം തന്നെ ഒരു നാടകത്തിലെ ഒരു കോട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഏതാണ് നാടകം? ലൈഫ് ഓഫ് ഗലീലിയോ, ഗലീലിയോയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ജർമ്മൻ നാടകത്തിൽ ബെർട്ടോൾട്ട് ബ്രെക്റ്റ് അല്ലേ, അങ്ങനെ ഒരു ജർമ്മൻ നാടക എഴുത്തുകാരൻ, ആ നാടകം എഴുതുന്ന ആൾ, ഓക്കെ, ആളുടെ നാടകത്തിലെ ഈ ലൈഫ് ഓഫ് ഗലീലിയോ എന്ന് പറയുന്ന നാടകത്തിലെ ഒരു വരി, ആ ഒരു കോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. ഇൻ ദി ഇയർ 1609 the light of science shone in his modest house in Padua as Galileo set out to prove that the sun is fixed and the earth is on the move. Yes, 1609 അതാണ് ആ ഒരു കൊല്ലം പറയുന്നുണ്ട് അല്ലേ. 1609 എന്താണ്, ശാസ്ത്രത്തിന് വളരെ ഒരു പ്രകാശം ഉദിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഉണ്ടായത്? പാദുവ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഗലീലിയോ എന്ത് ചെയ്യാണ്? ഗലീലിയോൻ്റെ വീട്ടിലിരുന്നിട്ട് ഭൂമി സഞ്ചരിക്കുന്നതാണെന്നും സൂര്യൻ ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണെന്നും ആര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്? ഗലീലിയോ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ നാടകത്തിലെ ഒരു വരി. ക്ലിയർ ആണല്ലോ? Until the 16th century, the belief that the earth was the center of the universe prevailed. 16ാം നൂറ്റാണ്ട് വരെ ഒരു തെറ്റിദ്ധാരണ എന്തായിരുന്നെന്ന് അറിയോ? എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നടുക്കിലെ കേന്ദ്രം. ആ ഭൂമിക്ക് ചുറ്റുമാണ് ബാക്കി ഇപ്പോൾ സൂര്യനായാലും ഒക്കെ കിടന്ന് കറങ്ങുന്നത് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഇന്ന് വരെ 16ാം നൂറ്റാണ്ട് വരെ. These lines refer to the attempts made by Galileo, who challenged and negated the geocentric belief. അപ്പോൾ ഈ ഒരു ധാരണ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചലഞ്ചിലാണ് ആര്? ഗലീലിയോ അല്ലേ. അപ്പോൾ ഗലീലിയോ നടത്തുന്ന അറ്റംപ്റ്റുകൾ, പരിശ്രമങ്ങളെയാണ് ഈ ഒരു നാടകത്തിലെ വരി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ജിയോസെൻട്രിക് ബിലീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിയോസെൻട്രിക് ഭൂമി സെൻറ്റർ ആയിട്ടുള്ള വിശ്വാസം. ശരിക്കും ഭൂമിയാണോ സെൻറ്ററിൽ? അല്ലല്ലോ, സണ്ണാണ് അല്ലേ. സണ്ണിന് ചുറ്റുമാണ് എന്തുള്ളത്? എല്ലാ പ്ലാനറ്റ്സും കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ മാറ്റുന്ന ശ്രമത്തിലാണ് ആരെ? ഗലീലിയോ. Let us discuss how the Renaissance influenced the existing beliefs and rational thinking in this manner. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് നവോത്ഥാനം ഇതിൽ കണക്ട് ചെയ്യുന്നത്, അവിടെ നിലനിന്നിരുന്ന വിചാരങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റിയത്, എങ്ങനെയാണ് നവോത്ഥാനം അതിന് ഹെൽപ്പ് ചെയ്തത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദി റിനൈസൻസ് laid the foundation for the evolution of modern science.
ആധുനിക ശാസ്ത്രം അല്ലേ, പിന്നീട് വന്ന സയൻസിന്റെ ഒക്കെ അടിത്തറയിട്ടത് എന്താണ്? നമ്മുടെ റിനൈസൻസ് ആണ്, നവോത്ഥാനമാണ്. റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻസ് ടുക്സ് പ്ലേസ് ഇൻ ദി ഫീൽഡ് ഓഫ് ആസ്ട്രോണമി ഡ്യൂറിങ് ദിസ് പീരീഡ്. എന്താണ് ആസ്ട്രോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ജ്യോതിശാസ്ത്രം എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം അതിനൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഏത് സമയത്ത്, ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. Scientists put forward a groundbreaking view that planetary motions are governed by material forces. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു എന്താണ്? ഈ പ്ലാനറ്ററി മോഷൻസ് എല്ലാം തന്നെ, ഈ പ്രപഞ്ചത്തിലുണ്ടാവുന്ന ചലനങ്ങളെല്ലാം തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് നിയന്ത്രിക്കുന്നത്? എന്തോ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഭൗതിക ശക്തിയാണ് എന്ന് ആര് പറഞ്ഞു? അന്നുണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു. ടോളമി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ആ ടോളമി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ജിയോസെൻട്രിക് മോഡൽ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, എന്താണ് ജിയോസെൻട്രിക്? ഞാൻ നേരത്തെ പറഞ്ഞു, എർത്ത് സെൻറ്ററിലാണ് എന്ന് പ്രസ്താവിച്ചു. ബാക്കി എല്ലാ പ്ലാനറ്റ്സും അതിന് ചുറ്റുമാണ്. എർത്താണ് സെൻറ്ററിലുള്ളത് എന്ന് പറഞ്ഞത് ആരാണ്? ആദ്യം പറഞ്ഞത് ആരാണ്? ടോളമി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ അതെല്ലാവരും വിശ്വസിച്ചു. 16-ാം നൂറ്റാണ്ട് വരെ ആരും അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. കാരണം നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നണേ അല്ലേ, ചുറ്റും നോക്കുമ്പോഴൊക്കെ. അപ്പം എല്ലാവരും അത് വിശ്വസിച്ചിരുന്നു, ടോളമി പറഞ്ഞിരുന്ന ഈ ജിയോസെൻട്രിക് മോഡൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ലേറ്റർ നിക്കോളസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ഒരു പോളണ്ടിലെ ഒരു ആസ്ട്രോണമറും പുരോഹിതനൊക്കെ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് ആര്? നിക്കോളസ് കോപ്പർനിക്കസ്. അപ്പം ഈ കോപ്പർനിക്കസ് ഇപ്പം നിലവിലുള്ള ഈ പറഞ്ഞ ജിയോസെൻട്രിക് മോഡലിനെ ചോദ്യം ചെയ്തു, ചലഞ്ച് ചെയ്തു. He presented a revolutionary argument that the center of the universe is not the earth but the sun. അപ്പോൾ ഈ കോപ്പർനിക്കസ് പറഞ്ഞു എന്താണ്? പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഭൂമി അല്ല, എന്താണ്? സൂര്യനാണ് എന്ന് ആര് പറഞ്ഞു? കോപ്പർനിക്കസ് ആദ്യമായി ഒരു ആർഗ്യുമെന്റ് വെച്ചു. ആർഗ്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്താവന പറഞ്ഞു. ത്രൂ ഹിസ് ഒബ്സർവേഷൻസ് കോപ്പർനിക്കസ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് the earth and the other planets revolve around the sun. എന്നിട്ട് കോപ്പർനിക്കസ് എന്നെ പറയുകയാണെന്ത്? സണ്ണിന് ചുറ്റുമാണ് ഭൂമിയും, അതുപോലെ തന്നെ ഭൂമി മാത്രമല്ല ബാക്കി പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത് എന്ന് കോപ്പർനിക്കസ് പ്രസ്താവിച്ചു. അപ്പം കോപ്പർനിക്കസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അദ്ദേഹം അത് തെളിയിക്കാനൊക്കെ കുറച്ച് ശ്രമിച്ചുവെങ്കിലും കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി തെളിയിച്ച ആളുകളാണ് ആരൊക്കെ? ഗലീലിയോ, ഒന്നാമത്തെ ആളാണ് ഗലീലിയോ. പിന്നെ കെപ്ലർ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത്? ഈ കോപ്പർനിക്കസിൻ്റെ ഈ പറഞ്ഞൊരു ആർഗ്യുമെന്റ് ശരിയായി അതൊന്ന് പഠിച്ച് എക്സ്പാൻഡ് ചെയ്തത്. ആരൊക്കെയാണ്? ഗലീലിയോ ഗലീലി, അതുപോലെ തന്നെ ജോഹാനസ് കെപ്ലർ. നിങ്ങൾ ഫിസിക്സിലൊക്കെ ഒരുപാട് കെപ്ലറിനെ പറ്റി പഠിക്കും, കെപ്ലറിൻ്റെ തിയറികളും കാര്യങ്ങളൊക്കെ. ഇനി എന്താണ് അവർ പറഞ്ഞത് എന്ന് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. കെപ്ലേഴ്സ് പാത്ത് ബ്രേക്കിംഗ് ഫൈൻഡിങ്സ് റിവീൽഡ് ദാറ്റ് the speed of planets varied based on their distance from the sun, which laid the foundation towards the end of 17th century for Isaac Newton's formulation of theory of gravitation. Yes, ഈ കെപ്ലറിൻ്റെ കണ്ടുപിടുത്താണ് പിന്നീട് വന്ന ഐസക് ന്യൂട്ടൻ. ന്യൂട്ടൻ അറിയാലോ? യെസ്, ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ. ഈ ഗ്രാവിറ്റേഷൻ തിയറിക്കൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരുടെ കണ്ടുപിടുത്താണ്? കെപ്ലറിൻ്റെ കണ്ടുപിടുത്തമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് ആ ഒരു കണ്ടുപിടുത്തം എന്ന് നമുക്ക് നോക്കാം. എന്താണ് കെപ്ലർ പറഞ്ഞത്? അപ്പം ഈ സൂര്യനിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസിനനുസരിച്ച് ഈ ഓരോ ഗ്രഹങ്ങളുടെയും എന്ത് മാറിക്കൊണ്ടിരിക്കും? സ്പീഡ് മാറിക്കൊണ്ടിരിക്കും എന്ന് ആര് കണ്ടുപിടിച്ചു? കെപ്ലർ കണ്ടുപിടിച്ചു. അപ്പം ഈ ഒരു കണ്ടുപിടുത്തമാണ് പിന്നീട് ഐസക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിന് ഒരു അടിത്തറയായത് ഈ കെപ്ലറിൻ്റെ കണ്ടുപിടുത്തമാണ്. With the telescope that he designed, Galileo Galilei made seminal discoveries including satellites of Jupiter and rings of Saturn.
അതുപോലെ തന്നെ നമ്മുടെ ഗലീലിയോ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ടെലസ്കോപ്പ് അല്ലേ? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതിലൂടെ ഇതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ജുപ്പിറ്ററിന്റെ സാറ്റലൈറ്റുകളും സാറ്റേണിൽ ഒരുപാട് റിങ്ങുകൾ ഉണ്ടെന്നും ഒക്കെ ആര് കണ്ടുപിടിച്ചു? ഗലീലിയോ കണ്ടുപിടിച്ചു. ഗലീലിയോസ് ഫൈൻഡിങ്സ് പ്രൊവൈഡഡ് കൺക്ലൂസീവ് എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് കോപ്പർനിക്കസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ ഗലീലിയോ ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിക്കലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ടെലസ്കോപ്പിലൂടെ കണ്ട് തെളിവായില്ലേ? അപ്പോൾ എന്താണ് ഈ കോപ്പർനിക്കസ് പറഞ്ഞ വാദം ശരിയാണ് എന്ന് പിന്നീട് മനസ്സിലായി. ക്ലിയർ ആണോ? The Renaissance also witnessed significant advancements in the field of medicine, particularly എന്താണ്? Anatomy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവോത്ഥാന സമയത്ത് ഒരുപാട് അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേട്ടങ്ങൾ അല്ലേ? എവിടെ കൈവരിച്ചിട്ടുണ്ട്? ഈ മെഡിസിൻ വിഭാഗത്തിലും പെർട്ടിക്കുലർലി അനാട്ടമി എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരം പഠിക്കുന്ന ഒരു മേഖലയാണല്ലേ അനാട്ടമി. ഒരു ശാസ്ത്രശാഖയാണ് അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ അനാട്ടമിയിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദി സ്വിസ് സയന്റിസ്റ്റ്, എന്താണ് സ്വിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ സയന്റിസ്റ്റ് ആണ് ആരെ? പാരാസെൽസസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട് സ്വിറ്റ്സർലാൻഡിൽ. അപ്പം അതിനെ നമ്മൾ പറയുന്നതാണ് സ്വിസ് സയന്റിസ്റ്റ്. കൺഫ്യൂഷൻ അടിക്കരുത്. conducted extensive research on the causes of diseases and tried to develop remedies. അപ്പോൾ ഈ പാരാസെൽസസ് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ആളെവിടെ നിന്നാണ്? സ്വിറ്റ്സർലാൻഡിലെ. അദ്ദേഹം ഓരോ അസുഖങ്ങളുടെയും കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളായിട്ട് ഏതെങ്കിലും മരുന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി വേറൊരു സയന്റിസ്റ്റിനെ പറ്റി പറയുന്നതാണ് ആൻഡ്രിയസ് വെസാലിയസ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ തന്നെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ അനാട്ടമി, മനുഷ്യന്റെ ശരീരശാസ്ത്രം, അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കലും കെഡാവേഴ്സ്, എന്താണ് കെഡാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മൃതശരീരങ്ങൾ അല്ലേ? അതെല്ലാം കീറി മുറിച്ച് പരീക്ഷണങ്ങൾ നടത്തി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ അനാട്ടമി എന്ന് പറയുന്ന ശാസ്ത്ര മേഖലയിലോട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സയന്റിസ്റ്റുകളുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ഈ മെഡിസിൻ വിഭാഗത്തിൽ ഏതൊക്കെയാണ്? പാരാസെൽസസ് അതുപോലെ തന്നെ ആൻഡ്രിയസ് വെസാലിയസ്. ക്ലിയർ ആണോ ഇത്? യെസ്. ഇത് ജസ്റ്റ് ഒന്ന് മെഡിസിൻ വിഭാഗത്തിലും ഈ റിനൈസൻസ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. പ്രത്യേകിച്ച് അനാട്ടമി എന്ന് പറയുന്ന ഒരു സെക്ഷൻ, മനുഷ്യന്റെ ശരീരത്തിനെ പറ്റി പഠിക്കുന്നതാണ് അനാട്ടമി. മെഡിസിനിൽ അനാട്ടമിയിലും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ, അഡ്വാൻസ്മെന്റ്സ് ഏത് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ നവോത്ഥാന സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. രണ്ട് സയന്റിസ്റ്റുകളുടെ പേരും മറക്കരുത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് ടോപ്പിക്കും കൂടിയാണ് ഇനി ആകെ കൂടിയുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്കാണ് റീഫോർമേഷൻ, വേറൊരു ടോപ്പിക്കാണ് കൗണ്ടർ റീഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും ഇതുവരെ പഠിച്ച പോലെ അത്ര അങ്ങോട്ട് ഈസി അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈസി ആക്കി എടുക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ ഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചധികം ലെങ്ത് ആവും, നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഞാനത് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തോട്ടെ. നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ, വേഗം അപ്ലോഡ് ചെയ്യാം. അപ്പം എന്തായാലും ഇതുവരെയുള്ള ഭാഗങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വരാം. അപ്പോഴത്തേനും ഇത് പഠിക്കുമ്പോഴത്തേനും ഞാൻ അവസാനത്തെ ഈ രണ്ട് ടോപ്പിക്ക് കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.